ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മീനിൻ്റെ മുട്ട അഥവാ പരിഞ്ഞിലെന്ന് പറയുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നുള്ള കാണിച്ചു തരാം. വാ. അപ്പോൾ ഞാൻ അതുകൊണ്ട് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, ലേശം തേങ്ങ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതാണ് ഇത്. നമ്മുടെ മീനിൻ്റെ മുട്ട വേണ്ട വെള്ളം പറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ തോരൻ വെക്കുന്നതെന്നുള്ള കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനമാണ് ഇട്ടേക്കുന്നത്. ഇളക്കി കൊടുക്കാം. ഇവിടെ അല്പം വെളിച്ചം കുറവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതിലേക്ക് ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് മീനിൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മിക്സാക്കി വേവിച്ചെടുക്കണം. ഓക്കെ, ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? ഇതിൻ്റെ പരുവാണ്. ഇതിങ്ങനെ പൊട്ടുമ്പോഴാണ് ഇത് വെന്തു എന്നുള്ളത് മനസ്സിലാവുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ലേശം തേങ്ങ ഇട്ടിട്ടുള്ളൂ. ഇവിടെ തേങ്ങ എല്ലാവർക്കും അലർജിയാണ്. തേങ്ങ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. തേങ്ങയ്ക്ക് അലർജി ഒന്നുമില്ല. തേങ്ങ ഒരുപാട് ഇടുന്നത് ആർക്കും ഇഷ്ടമല്ല, അത്ര തന്നെ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കുവാണേ. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ലേശം ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാലയുടെ പൊടി ലേശം ഇട്ടിട്ടുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. ടിക്കിട്ട് കാണുന്ന പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇനി ഒരു ലേശം ഒരു നുള്ള് ഉലുവപ്പൊടി ഇതോടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാൻ പോകണേ. അപ്പോൾ നമ്മുടെ മീൻ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. മീനിൻ്റെ മുട്ട കിട്ടുമ്പോൾ ഒരിക്കലും
ചിക്കൻ മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം, മസാല ചേർക്കാതെ ഉണ്ടാക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.